ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ചിലപ്പോ അവളുടെ മനസ്സിളക്കാൻ വേണ്ടി അവൻ പറഞ്ഞതായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു നിരാഹാരവും കൊണ്ട് അവൻ നടക്കാൻ പാടില്ല. അത് നമ്മൾ പൊളിക്കണം. ഭഗവാനെ തൊട്ട് സത്യം ചെയ്യും, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. ഞാൻ സത്യം ചെയ്യില്ല, ഞാനൊന്നും പറയൂല. നബിക്കോ ഈ വ്രതങ്ങൾക്ക് ഫലം ഉണ്ടാവോ? അല്ല, ഈ പൂജാവിധികളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ടാ ചോദിച്ചേ വ്രതത്തിന് ഫലം ഉണ്ടാവുമെന്ന്. വ്രതത്തിന് ഫലം ഉണ്ടാവും, അത് മനസ്സറിഞ്ഞ് ചെയ്താൽ. എന്നാല് ഈ നിമിഷം മുതല് ഞാൻ നിരാഹാര വ്രതം ഇരിക്കാൻ പോവാ. എന്തിന്? ആ, എന്നോട് തനിക്ക് സ്നേഹം ഉണ്ടെന്നറിയാൻ. താൻ എന്നോടത് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കൂല. വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ചുമ്മാ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതിന് ഞാൻ ആരോടും പറയുന്നില്ലല്ലോ, ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. ആ, എന്റെ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ താൻ എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനങ്ങ് തീർന്നു പോട്ടെ എന്റെ സ്വപ്നങ്ങളോടൊപ്പം. എന്നാ പറയൂ. ആ, അങ്ങനെയാണെങ്കിൽ എന്റെ വ്രതം ഞാൻ ഉറപ്പിച്ചു. ഈ ഇരിക്കുന്ന ഭഗവാനാണ് സത്യം. അയ്യോ, വെറുതെ ശരീരത്തിനൊന്നും. ആ, ശരീരത്തിൽ എന്ത് വരാൻ? അല്ല, വന്നാലും തനിക്കെന്താ? എന്നെ ഇഷ്ടമല്ലാത്ത ഒരുത്തി എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജീവിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ആ, അമ്മേ, എന്താടി ചോദിച്ചത് കേട്ടില്ലേ? എന്താണെന്ന്? അത് വരുൺ നിരാഹാരം ഇരിക്കാൻ പോകുന്നു പറഞ്ഞു. എന്തിന്? ഇപ്പൊ പൂജാമുറിയിൽ വെച്ച് എന്നെ കണ്ടായിരുന്നു, തടഞ്ഞു നിർത്തി. ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോ ദേഷ്യപ്പെട്ടു. അപ്പഴാ നിരാഹാരത്തെ കുറിച്ച് പറഞ്ഞത്. എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി നീ അവന്റെ മുമ്പിൽ പോയി ചാടുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ അങ്ങോട്ട് ചെന്നതല്ല. സത്യത്തില് പൂജാമുറി എനിക്ക് ഒളിച്ചിരിക്കാനുള്ളൊരിടാ. അതുപോലെ ഇപ്പോ. അയ്യോ എടുത്തി, അവളുടെ വേദന ഒന്ന് നോക്കി. ചെയ്യാവുന്നതെല്ലാം ചെയ്തു വെച്ചിട്ട് അവളൊരു പാവം കളിക്കുന്ന കണ്ടില്ലേ? അമ്മ എന്തേലും ചെയ്യണം, ഇല്ലെങ്കിൽ വരുൺ വെറുതെ വാശി കാണിച്ച്. ഏട്ടത്തി നല്ല തലവേദന എടുത്തിരിക്കുക, നീ ഒന്ന് പോയേ. ആരെങ്കിലും ഒന്ന് സംസാരിച്ചില്ലെങ്കിൽ. അതവനെ നിന്നോട് ദിവ്യ പ്രേമാന്ന് തോന്നാൻ വേണ്ടി വെറുതെ പറഞ്ഞേ ഉള്ളൂ. ഇതുപോലെ അവൻ എന്ത് തന്ത്രം കാണിച്ചാലും നിന്റെ മനസ്സ് മാറാൻ പാടില്ല, കേട്ടല്ലോ? പൊയ്ക്കോ, അവന് വിശക്കുമ്പോ അവനെടുത്ത് കഴിച്ചോളും. ആ, അടുക്കളയിലെ ഭക്ഷണം ആവുമ്പോ കുറച്ച് പാത്രത്തിലാക്കി അവന്റെ മുറിയിൽ കൊണ്ടുപോയി കൊടുക്കോ നീ. അങ്ങനെ എന്തെങ്കിലും വൃത്തികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ പൊയ്ക്കോ. പോവാനല്ലേ പറഞ്ഞേ? ഇതിപ്പോ വരുണിന്റെ രാധികയുടെ പ്രശ്നങ്ങൾ മാത്രം തീർക്കാനുള്ള സമയമല്ലേ ഉള്ളൂ ഏട്ടത്തി? അവൻ പറഞ്ഞത് നിസ്സാരമായിട്ട് കാണണ്ട. അവന്റെ വാശി എനിക്കറിയാവുന്നതാ. അതിന് എന്റെ കയ്യിലൊരു മാർഗമുണ്ട്. വരും, ജ്യൂസ് കുടിക്കാം. എനിക്ക് വേണ്ട ചെറിയമ്മ. നിനക്ക് ഇഷ്ടപ്പെട്ടതാ?
എനിക്കിപ്പോ കഴിക്കാൻ തോന്നുന്നില്ല. ഒരു ജ്യൂസ് കഴിച്ചതുകൊണ്ട് ഇപ്പൊ എന്ത് സംഭവിക്കാനാ? ചെറിയമ്മ നിനക്ക് വേണ്ടി എടുത്തതല്ലേ? രമ, ഞാൻ പറയുന്നത് കേക്ക്. എനിക്കിപ്പോ വേണ്ടാഞ്ഞിട്ടല്ലേ? അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ. ഞാനെന്താ ഇതിലെന്തേലും ചേർത്തിട്ടുണ്ടോ? അങ്ങനെ വല്ലതും തോന്നുന്നുണ്ടോ? ചെറിയമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നേ? എങ്കി പിന്നെ നിനക്കിത് കുടിച്ചാലെന്താ? ചെറിയമ്മ, എനിക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലേ? എന്താ ഉർവശി? ഒന്നുമില്ല എടുത്തി. ഞാനേ ഒരു ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തു. അത് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ കിടന്ന് ബഹളം വെക്കുന്നെ. അതെന്താടാ വാങ്ങിച്ചു കഴിക്കാത്തത്? എന്റെ അമ്മേ, ഇതൊരു ആഗോള പ്രശ്നമാക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നോട് ചോദിച്ചിട്ടൊരു ജ്യൂസ് എടുത്തിട്ട് വന്നാൽ ഓക്കെ. അത് വേണോ വേണ്ടോ എന്ന് ഞാൻ പറയുമല്ലോ. ഇതൊരു ജ്യൂസ് കൊണ്ട് മുമ്പിൽ വന്നിട്ട് കുടിച്ചേ പറ്റൂന്ന് പറഞ്ഞാൽ എനിക്കിത് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോ ഇത് കുടിക്കാനുള്ള നിന്റെ ബുദ്ധിമുട്ട് എന്താ? അമ്മേ, ഞാനേ പട്ടിണി കിടന്ന് ചാവാൻ പോവാ. അപ്പൊ പിന്നെ വെള്ളം കുടിച്ചുകൂടല്ലോ. ഈ മറുപടി മതിയോ രണ്ടുപേർക്കും? എന്റെ അമ്മ, അത്യാവശ്യം എനിക്ക് വേണ്ടത് തിന്നാനും കുടിക്കാനും ഒക്കെ ഞാൻ ആയിട്ടുണ്ട്. അത് ചെറിയമ്മയ്ക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. അപ്പോ അവൻ സീരിയസ് ആണ് എടുത്തി. ഞാൻ പറഞ്ഞില്ലേ ഇതിലും വാശിയോടെ എന്നോട് സംസാരിച്ചത്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ. നിന്നോട് എല്ലാ കാര്യങ്ങളും സ്പെഷ്യൽ അല്ലേ അവന്? അവൻ നിരാഹാരം ഇരിക്കുന്ന കാര്യം ഇവിടെ വേറെ ആരും അറിയാൻ പാടില്ല. നിനക്കേ മനസ്സിലായോ? വരുണിന്റെ അച്ഛനോ മുത്തശ്ശിയോ ഈ കാര്യം അറിയരുത്. അല്ല, അവരോട് പറയുന്നല്ലേ നല്ലത്. അപ്പൊ അവരും വരുണിനെ ഭക്ഷണം കഴിക്കാൻ നിർബന്ധിക്കുമല്ലോ. നീ ആയിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ? അവൻ കുറച്ച് നിർബന്ധം പിടിക്കും. പിന്നെ ഞങ്ങളുടെ വഴിയെ വന്നോളും. ഞങ്ങളെ അവന്റെ അമ്മമാരാ. ചിലപ്പോ അവളുടെ മനസ്സിളക്കാൻ വേണ്ടി അവൻ പറഞ്ഞതായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു നിരാഹാരവും കൊണ്ട് അവൻ നടക്കാൻ പാടില്ല. അത് നമ്മൾ പൊളിക്കണം.